ഒത്തിരി സ്വപ്നത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഹരിത പറഞ്ഞയച്ച ഗുണ്ടകൾ വർഷയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. എന്നിട്ട് കുറേ വാണിംഗ് കൊടുക്കുന്നു. മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് പ്രകാരം ഞങ്ങളോടൊപ്പം വന്നാൽ നിനക്ക് പ്രശ്നമാകില്ല. നിന്നെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, പക്ഷേ ഞങ്ങളെ പറഞ്ഞയച്ച ആൾക്ക് നിൻ്റെ കൈയും കാലും തല്ലി ഒഴിക്കണം. ശേഷം നിൻ്റെ അവയവങ്ങൾ ഓരോന്നും എടുത്ത് ഞങ്ങൾ പാഴ്സൽ ചെയ്ത് വിൽക്കും എന്നൊക്കെ പറയുന്നത് കേട്ട് വർഷ ആകെ പേടിക്കുന്നു. ഒടുക്കം ഇവരിൽ നിന്നും രക്ഷപ്പെട്ട് അവൾ എങ്ങനെയൊക്കെ ഓടി വരുമ്പോഴാണ് വിവേകിൻ്റെ വണ്ടി ഓപ്പോസിറ്റ് വരുന്നത്. വിവേകാണെങ്കിൽ വിദേശത്ത് വെച്ച് നമ്മുടെ നാട്ടിലെ ഒരു പെൺകുട്ടിയെ ഒരു സായിപ്പ് ആക്രമിക്കാൻ ചെന്നപ്പോൾ അയാളെ തല്ലി പഞ്ചറാക്കിയതിൻ്റെ പേരിനാണ് നോ എൻട്രി പാസ്പോർട്ടിൽ പോലും അടിച്ചു കൊടുത്ത് അയാളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. ഇവിടെ വന്നപ്പോഴും അതുപോലൊരു സീൻ. പണിയായല്ലോ എന്ന് പറയുമ്പം പണിയായി എന്ന് കൂട്ടുകാരൻ പാച്ചുവും പറയുന്നു. ഇവിടെയും കൂടി പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ വിദേശത്ത് നോ എൻട്രി പാസ്പോർട്ടേ അടിച്ചു തന്നിട്ടുള്ളൂ, ഇവിടെ ഉള്ളവർ പിടിച്ചകത്താക്കും, അത് ഓർമ്മ വേണം. വർഷ അവരെയൊക്കെ തള്ളിയിട്ട് എങ്ങനെയൊക്കെ ഓടി വരുമ്പം വിവേകാണെങ്കിൽ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. വർഷയാണെങ്കിൽ വിവേക് നിൽക്കുന്നത് കാണാതെ വിവേകിൻ്റെ മണ്ടയിൽ കൂടെ മറിയാനൊരുങ്ങിയപ്പം വിവേക് അവളെ താങ്ങി നിർത്തുന്നു. അപ്പോഴാണ് പെട്ടെന്ന് വർഷയ്ക്ക് ഓർമ്മ വന്നത്, നിന്നെ ആക്രമിക്കാൻ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, പക്ഷെ ഞങ്ങളെ പറഞ്ഞയച്ച ആളിൻ്റെ മുമ്പിൽ വെച്ച് ഞങ്ങളത് ചെയ്യൂ. ആ ആൾ വിവേകാണെന്ന് വിചാരിച്ച് വർഷ അയാളെ തള്ളിയിട്ട് ഓടുന്നു. പിന്നാലെ വരുന്ന ഗുണ്ടകളെ തടഞ്ഞു നിർത്തി വിവേക് ചോദിക്കുന്നു, ആ പെൺകുട്ടിയെ ഓടിക്കുന്നത് എന്തിനാണെന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം ചേട്ടാ, പറയണോ അതോ കാണിച്ചു തരണോ എന്ന് നോക്കുമ്പം രണ്ടായാലും കുഴപ്പമില്ല, രണ്ടിനും ഞാൻ റെഡിയാന്ന് പറഞ്ഞ് പാച്ചും വിവേകും ആ ഗുണ്ടകളെ അടിച്ച് ശരിയാക്കുന്നുണ്ട്. ഇവൻ കരോട്ടക്കാരനും കണ്ട നമ്മുടെ കളരി ഇവൻ്റെ അടുത്ത് ഏക്കത്തില്ല. ഓടി രക്ഷപ്പെടാൻ പറഞ്ഞ് എല്ലാവരും ഓടി രക്ഷപ്പെടുമ്പോൾ ഒരു ഗുണ്ടയെ മാത്രം വിവേകിനും പാച്ചുവിനും കിട്ടുന്നു. കാറിൽ കയറിരിപ്പോണ്ട് എടുത്തുകൊണ്ട് വന്ന് ഇവൻ്റെ കൈ കെട്ടി ഡിക്കിയിലാക്കാൻ പറയുന്നുണ്ട് വിവേക്. അപ്പം പാച്ചു ചോദിക്കുന്നു, ജീവനും കൊണ്ട് ഓടിയ ആ പെൺകുട്ടിയെ കാണുന്നില്ലല്ലോ, ആദ്യം നീ പോയി കയറെടുത്തുകൊണ്ട് വരാൻ പറയുന്നു. അപ്പം വിവേക് മനസ്സ് വിചാരിക്കുന്നു, ആ പെൺകുട്ടിയെ കാണുന്നില്ലല്ലോ, രക്ഷിക്കാൻ ചെന്ന എന്നെ എന്തിനാ ആ പെൺകുട്ടി തള്ളിയിട്ടേ. മറിഞ്ഞിരിക്കുന്ന വർഷ കുറച്ച് കഴിയുമ്പം പൊന്തി നോക്കുന്നുണ്ട്. ഗുണ്ടകളും അവരുടെ നേതാവും വന്ന 2 വണ്ടിയും കാണാനില്ല. എന്നാലും നമ്മുടെ നാട്ടിൽ അവയവ മാഫിയ ഇത്രയും ശക്തമാണെന്ന് ഞാൻ കരുതിയില്ല. പട്ടാപ്പകല തട്ടിക്കൊണ്ടുപോകാൻ നോക്കുന്നേ. സൂക്ഷിക്കാൻ മറ്റുള്ളവരുടെയും പറയണമെന്ന് വിചാരിച്ച് വർഷ റോഡിലേക്ക് ഇറങ്ങി വരുന്നു. സ്കൂട്ടിയിൽ വന്ന് കയറിയിരുന്ന് വണ്ടി എടുക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്കും വിവേക് വന്ന് ചാവി എടുക്കുന്നു. ആദ്യം രക്ഷിക്കാൻ വന്നതിന് താങ്ക്സ് പറഞ്ഞിട്ട് പോയാൽ മതി. ഞാനെന്തിനാ നിങ്ങളോട് താങ്ക്സ് പറയുന്നേ, നിങ്ങളല്ലേ ഈ ഗുണ്ടകളെ പറഞ്ഞു വിട്ടത് എന്ന് പറഞ്ഞ് 2 പേരും കൂടി ഒരുമിച്ച് നോക്കുന്നു. എൻ്റെ ഓർഗൻസ് എടുക്കലല്ലേ നിങ്ങളുടെ ലക്ഷ്യം? ഓർഗൻസോ ചേ എന്ന് വിവേക് പറയുമ്പം വർഷ പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ വെച്ച് എൻ്റെ കൈയും കാലും തല്ലി ഒടുക്കലല്ലായിരുന്നോ നിങ്ങളുടെ ഗുണ്ടകളുടെ ലക്ഷ്യം? അന്നേരം പാച്ചു പറയുന്നു, അങ്ങനെയാണെങ്കിൽ പിന്നെന്തിനാ ഞങ്ങൾ നിന്നെ രക്ഷിച്ചേ, നിൻ്റെ കൈയും കാലും തല്ലി ഒടിച്ചാൽ പോരായിരുന്നോ? അപ്പം വിവേകം പറയുന്നു, അപ്പം വർഷ പറയുന്നു, സിനിമയിലൊക്കെ കാണുന്നത് പോലെ ആക്രമിക്കാൻ വന്നതിന് ശേഷം പിന്നെ ഫ്രണ്ടായി സ്വാധീനിക്കാനല്ലായിരുന്നോ ലക്ഷ്യം? ഇയാളെ സ്വാധീനിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാ? എൻ്റെ അവയവങ്ങൾ എടുക്കാനല്ലേ? അക്രമത്തിലൂടെ നടക്കത്തില്ലെന്ന് കണ്ടപ്പോൾ സൗഹൃദം കൂടാൻ വരുമല്ലേ? അപ്പം പാച്ചു പറയുന്നത്, ഈ കൊച്ചിന് മെൻ്റലും കണ്ടാണെന്ന് തോന്നുന്നു. ഓഹോ, നിങ്ങളുടെ കള്ളത്തരം കണ്ടുപിടിച്ചെന്ന് കണ്ടപ്പോൾ എന്നെ മെൻ്റലാക്കുന്നോ? തൻ്റെ പിന്നാലെ കുറേ ഗുണ്ടകൾ ഓടുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊന്നും മിണ്ടാതെ അങ്ങ് പോയാൽ മതിയായിരുന്നു, ഈ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. കൂടുതൽ വർത്താനമൊന്നും പറയണ്ട, എൻ്റെ വണ്ടിയുടെ ചാവി തന്നില്ലെങ്കിൽ കൂവി ആളെ വിളിച്ചു കൂട്ടും. എന്നെ ഗുണ്ടകൾ ആക്രമിക്കുന്നുണ്ടപ്പോൾ തനിക്ക് കൂവി ആളെ വിളിച്ചു കൂട്ടാൻ തോന്നിയില്ലല്ലോ എന്ന് വിവേകം ചോദിക്കുന്നു. വർഷ തല കുനിച്ചിരിക്കുന്നത് കണ്ടിട്ട് വിവേക് പറയുന്നു, കണ്ടോ ഉത്തരം മുട്ടിയത് കണ്ടോ? ഉത്തരം മുട്ടിയതൊന്നുമില്ല. നിങ്ങളുടെ ഗുണ്ടകൾ എന്നെ ആക്രമിക്കാൻ വന്നപ്പോൾ അപ്പോഴെനിക്ക് ഓടാനുള്ള മൂടായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് ബഹളം വെക്കാനുള്ള മൂടാ എന്നും പറഞ്ഞ് അയ്യോ ആവോ എന്ന് വിളിച്ചു കൂവുന്നു. അയ്യോ നാട്ടുകാരെ ഓടി വരണേ, അവയവ മാഫിയ എന്നെ കിഡ്നാപ്പ് ചെയ്യുന്നേ എന്നൊക്കെ പറഞ്ഞ് വർഷ അലറുമ്പോഴത്തേക്കും വിവേകിനും പാച്ചുവിനും ഭയങ്കര പേടിയാകുന്നു. അന്നേരം വിവേക് പറയുന്നു, നിന്ന് കാറുണ്ട, എന്നാ തൻ്റെ കീയും മേടിച്ച് ഒരു താങ്ക്സ് പോലും പറയാതെ വർഷ അങ്ങ് പോകുന്നു. വിവേക് പറയുന്നു, ധിക്കാരി, ഇവക്ക് അഹങ്കാരം മൂത്ത് വട്ടായതാ, കാറി കിടക്കുന്ന ഗുണ്ടയെ നമുക്ക് തുറന്നു വിട്ടാലോ, അവൻ പോയി അവളെ ആക്രമിക്കട്ടെ എന്ന് പാച്ചു പറയുന്നു. വേണ്ട, അവനെ സ്റ്റേഷനിൽ എത്തിക്കുന്ന കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. ഒരു പെൺകുട്ടി മെൻ്റലായാൽ പോലും അവളെ ആക്രമിക്കാൻ ആരെങ്കിലും വന്നാൽ സംരക്ഷിക്കണമെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ മെൻ്റൽ അമ്മായിയും എന്നോട് അത് തന്നെ പറഞ്ഞേക്കുന്നേ. അപ്പം വിവേക് കടുപ്പിച്ച് നോക്കുന്നു, കാരണം അവൻ്റെ അമ്മയാണിത് പറയുന്നത്, അല്ല മെൻ്റൽ അല്ലാത്ത അമ്മായി. ചലോ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ് പാച്ചു അങ്ങ് പോകുമ്പോഴത്തേക്കും പിന്നാലെ പോകുന്ന വിവേകും പോലീസ് സ്റ്റേഷനിൽ എത്തി ആ ഗുണ്ടയെ കൈമാറുന്നുണ്ട്. സ്റ്റേഷനിലെ CA സാറ് സോഷ്യൽ മീഡിയ അഡിക്റ്റാണ്. അപ്പം കോൺസ്റ്റബിൾ വന്ന് പറയുന്നു, ഒരു പീഡന വീരനെ നാട്ടുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്, എവിടെ അവനെന്ന് ചോദിക്കുമ്പം പാച്ചു അങ്ങോട്ടേക്ക് കയറി വരുന്നു. കവിള് നോക്കി ഒരെണ്ണം പൊട്ടിക്കുമ്പോൾ ഞാനല്ലെന്ന് പാച്ചുവും കോൺസ്റ്റബിൾ ഇയാളല്ലെന്നും പറയുന്നു. അപ്പോഴും വിവേകാണെങ്കിൽ ആ ഗുണ്ടയും കൊണ്ട് വരുന്നു. ഇവനാണ് ആ പീഡന വീരൻ, മനോരോഗമുള്ളൊരു പെൺകുട്ടിയെ ഇവൻ ആക്രമിക്കാൻ ശ്രമിച്ചേ. ഇവൻ ഈ സ്റ്റേഷനിലെ ഗുണ്ടാ ലിസ്റ്റിലുണ്ടെന്നാണ് അറിഞ്ഞത്.
തക്ക സമയത്ത് ഞങ്ങൾ അവിടെ എത്തിയോണ്ട് ആ പെൺകുട്ടിയുടെ മാനം രക്ഷിക്കാൻ പറ്റിയെന്ന് പറയുമ്പം CI സാറ് നന്ദി പറയുന്നു. ഞാൻ CI ജാതവേദൻ സ്പീക്കിംഗ് എന്ന യൂട്യൂബ് ചാനൽ അടിച്ചു കൊടുത്താൽ ഇദ്ദേഹത്തിൻ്റെ ലീലാവിലാസങ്ങൾ കാണാൻ പറ്റുമെന്ന് കോൺസ്റ്റബിൾ പറയുമ്പോൾ ഞാൻ ഇതുപോലത്തെ ചീപ്പ് പരിപാടികളൊന്നും കാണില്ലെന്ന് പറഞ്ഞ് വിവേകിനെ പരിചയപ്പെടുത്തുന്നു. CI സാറ് പറയുന്നു, വിശദമായ പരാതി എഴുതി മേടിക്കണം. പരാതി എഴുതി മേടിക്കുന്ന സമയത്ത് ഞാൻ സ്ത്രീകൾക്ക് അനുകൂലമായി പറഞ്ഞ റീലുകളൊക്കെ കാണിച്ചു കൊടുക്കണം. ഞങ്ങൾ അത്തരക്കാരല്ലെന്ന് വിവേക് പറയുമ്പോൾ ഞാനത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. സ്ത്രീകളെക്കുറിച്ച് ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നാട്ടിലെ സ്ത്രീകൾക്ക് കാക്കിക്കുള്ളിലെ വല്യേട്ടനാണ് ഞാനെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ കോൺസ്റ്റബിൾ പറയുന്നുണ്ടൊന്നും തോന്നരുത്. ഒരു പെൺകുട്ടിയെ രക്ഷിച്ച് ക്ഷീണിച്ച് വന്ന് ഇവരെ ആ റീലൊക്കെ കാണിച്ച് ബുദ്ധിമുട്ടിക്കണോ? പ്രതിയായ ഇവനെ കാണിച്ച് ഇവനെ ബുദ്ധിമുട്ടിക്കാം. ആ സമയം പാച്ചു വിവേകിൻ്റെ ചെവി പറയുന്നു, ഇവിടെ എന്നാൽ റീല് കണ്ട് ചാവേണ്ടി വരും, നമുക്കങ്ങ് സ്കൂട്ടാവാം. എന്നാൽ ഞങ്ങളങ്ങോട്ട് പോട്ടെ എന്ന് പാച്ചു പറയുന്നു. എങ്കിൽ പൊക്കോളാം CI സാറും പറയുന്നു. ആ ഗുണ്ടയോട് വാടാ ഇവിടെ നിന്ന് CI സാറ് പറയുമ്പോൾ എന്നെ സാറിൻ്റെ അഭിനയം കാണിച്ച് പേടിപ്പിക്കരുത്, ഞാനെല്ലാം തുറന്നു പറയാമെന്ന് അങ്ങോട്ട് പറയുന്നു. അത് കേട്ട് CI സാർ ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജാതവേദൻ വിക്രമനെ വിളിക്കുന്നുണ്ട്. പിടിയിലായ പ്രതികൾ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞെന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഹരിതമോളുടെ കൊട്ടേഷനായിരിക്കും, വല്ല പെറ്റി കേസും ചാർജ് ചെയ്ത് വിടാൻ പറയുമ്പോൾ CI സാറ് പറയുന്നു, അത് പറ്റില്ല സാർ, പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം ആയതുകൊണ്ട് സ്ട്രോങ് ആയി ചാർജ് ചെയ്തില്ലെങ്കിൽ എൻ്റെ എത്തിക്സിനത് എതിരാ. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ഞാൻ പൊറുക്കില്ല. അതുമാത്രമല്ല, പോലീസ് അസോസിയേഷൻ മീറ്റിങ്ങിൽ പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമത്തെക്കുറിച്ച് സാറ് പ്രസംഗിച്ച കാര്യങ്ങൾ ആ വീഡിയോ വീണ്ടും ഞാൻ എടുത്ത് കാണാറുണ്ട്. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ സാറ് പറഞ്ഞ വാക്കുകളാണ് ഞാൻ പാലിക്കാറുള്ളത്. മീറ്റിങ്ങിലും സമ്മേളനത്തിലും ഞാൻ അങ്ങനെ പലതും പറയും. ഇപ്പം ഞാൻ പറയുന്ന കാര്യം കേൾക്ക്, അയാളെ വിട്ടില്ലെങ്കിൽ അങ്ങ് വടക്കോ തെക്കോ പോണ്ടി വരും. അവിടെ ഇരുന്ന് റീൽസ് പിടിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ അവിടെയൊന്നും റീൽസ് പിടിക്കാൻ റേഞ്ച് കാണില്ല, അതുകൊണ്ട് ഇപ്പം തന്നെ വിട്ടേക്കാമെന്ന് CI സാറും പറയുന്നു. പരാതിക്കാരൻ ആരാന്ന് ചോദിക്കുമ്പം വിവേക് ഡീപാൽ. നോർത്ത് ഇന്ത്യൻ ആണോ? അല്ല, മലയാളി. അയാളുടെ അഡ്രസ്സ് എന്തായാലും ഒന്ന് അയച്ചേക്കാൻ പറയുന്നു. അതേസമയം ഹരിത ആ ഗുണ്ടകളെ വിളിച്ചുകൊണ്ട് വരുന്നു. വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ വിക്രമൻ പറയുന്നു, രാഹുലിൻ്റെ ഗേൾഫ്രണ്ടിനെ ആക്രമിക്കാൻ വിട്ട ഗുണ്ടകളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നാണോ പറയുന്നത്? അതെ അങ്കിൾ, ആ ഗുണ്ടകളെ വിളിച്ചിട്ട് കാര്യമില്ല, അവന്മാർ പോലീസ് സ്റ്റേഷനിലാണ്. അതെങ്ങനെ സംഭവിച്ചു? ഇത്തരം കാര്യങ്ങളിൽ എടുത്തു ചാട്ടം പാടില്ലെന്ന് അപ്പോഴേ പറഞ്ഞില്ലേ എന്ന് വിക്രമനും ചോദിക്കുന്നു. നീ അവരോടൊപ്പം പോകാൻ നിന്നതല്ലേ, ഇപ്പം സ്റ്റേഷനിൽ നിന്ന് വിളിക്കേണ്ടി വന്നേനെ. ഞാൻ എന്ത് വേണമെന്നാ പറയുന്നേ? രാഹുൽ മറ്റൊരുത്തിയെ സ്നേഹിക്കുന്ന കണ്ട് അത് നോക്കി നിൽക്കണോ? അതല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. തന്ത്രപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അതെല്ലാം ശർമിള മറഞ്ഞെന്ന് കേൾക്കുന്നുണ്ട്. കൊല്ലാനാണ് ഉദ്ദേശമെങ്കിലും ആരും അറിയാതെ ചെയ്യണം. എൻ്റെ മകളുടെ സ്ഥാനം തന്നെങ്കിലും നീ ഈ കാര്യങ്ങളൊന്നും പഠിച്ചെടുക്കുന്നില്ലല്ലോ എന്ന് വിക്രമൻ ചോദിക്കുമ്പോൾ ഹരിത പറയുന്നു, ഞാൻ നല്ല വ്യക്തമായിട്ടാണ് പ്ലാൻ തയ്യാറാക്കിയത്. മിക്കവാറും രാഹുലായിരിക്കും അവരിൽ നിന്ന് രക്ഷിച്ചത്. രാഹുലല്ല, മറ്റു 2 ചെറുപ്പക്കാരാ. മിക്കവാറും രാഹുൽ ബോഡി ഗാർഡ്സിനെ അയച്ചതായിരിക്കും. ഞാൻ ആ വഴിയിലും അന്വേഷിക്കുന്നെന്ന് വിക്രമൻ പറയുന്നു. ആ പെൺകുട്ടിക്ക് നേരെ നിൻ്റെ ചെറുവിരൽ പോലും അനക്കരുത്. അവളെ ഈ കേരളത്തിൽ നിന്ന് പറഞ്ഞയക്കുന്ന കാര്യം ഞാൻ ഏറ്റുവെന്ന് വിക്രമൻ പറയുമ്പം മറ്റൊരാൾ കാണാൻ വരുന്നു വിക്രമനെ. CI സാർ അയച്ചു കൊടുത്ത അഡ്രസ്സ് അയാളെ കാണിച്ചു കൊടുക്കുന്നു. എത്രയും പെട്ടെന്ന് ഇവനെ കണ്ടുപിടിക്കണം. അതിനുശേഷം കാണിക്കുന്നത് രാഹുലാണെങ്കിൽ അഞ്ജുവിനോട് സംസാരിക്കുന്നു. നിന്റെ സ്കൂട്ടി എടുത്തല്ലേ വർഷ പോയത്? അവളുടെ സ്കൂട്ടിയുടെ പിന്നിൽ കുറച്ച് നേരം ഇരുന്നതിൻ്റെ അറിവിൽ പറയുക. ഇന്നും അവളെ ആരെങ്കിലും വീട്ടിൽ എത്തിക്കേണ്ടി വരും. വർഷയ്ക്ക് മിക്കവാറും ഇന്ന് ആൻറ്റിയുടെ ചീത്തവിളി കേൾക്കേണ്ടി വരും. അതേ സമയത്ത് ശർമിള അകത്തേക്ക് കയറി വരുന്നു. ദേ ആൻറ്റി വരുന്നു, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. മോനെ, നീ അറിഞ്ഞോ നിന്റെ ഗേൾഫ്രണ്ടിന് നേരെ ഹരിത ഗുണ്ടാക്രമണം നടത്തിയെന്ന്? 2 ചെറുപ്പക്കാരന്മാരാ തക്ക സമയത്ത് ആ പെൺകുട്ടിയെ രക്ഷിച്ചത്. അത് നീ അയച്ച ബോഡി ഗാർഡ്സാണെന്ന് ഹരിത പറയുന്നത്. ഞാൻ അഞ്ജുവിനോട് ആൻറ്റി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അവൾക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവൾ ഓഫീസിൽ തന്നെ ഉണ്ടെന്ന് രാഹുൽ പറയുമ്പം ശർമിള പറയുന്നു, അങ്ങനാണെങ്കിൽ നിന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് മറ്റേതോ പെൺകുട്ടിയാ അവർ തെറ്റിദ്ധരിച്ചേക്കുന്നേ. ഹരിതയുടെ അടുത്ത് ചാട്ടം കാരണം ആ പെൺകുട്ടിയുടെ ജീവൻ ഇപ്പോൾ അപകടത്തിലാണ്. ആ പെൺകുട്ടി ഏതാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മറ്റെവിടെയെങ്കിലും പോയി ജീവിക്കാനുള്ള സാമ്പത്തിക സഹായം ഞാൻ ചെയ്തു കൊടുക്കാം. ആൻറ്റി വിഷമിക്കേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. പിന്നെ ആൻറ്റി സ്വന്തമായിട്ട് എന്തോ ബിസിനസ് നടത്താൻ ശിവ ലോണിന് ശ്രമിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞു. ആർക്കോ ലോണിന് കൊടുക്കരുതെന്ന് ഏട്ടൻ പറയുന്നത് കേട്ട് ഇപ്പോഴാണ് അതെൻ്റെ മോൾക്കാണെന്ന് മനസ്സിലായത്. ഡാഡി അറിയാതെ എങ്ങനെയെങ്കിലും എൻ്റെ മോളെ കാണാൻ ഒരു അവസരം ഉണ്ടാക്കി തരണമെന്ന് രാഹുലിനോട് പറയുന്നുണ്ട് ശർമിള. ഡാഡിയും ഹരിതയും ഗുണ്ടകളും അറിയാതെ അഞ്ജുവിനെ കാണാൻ തന്നെ പെടാപ്പാട് വിടുക. അപ്പം അതിനിടയ്ക്ക് ആൻറ്റിയും കൂടി എങ്ങനെ ശിവയെ കാണിക്കും? ഒന്ന് ശ്രമിച്ചാൽ നടക്കും. എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നീ അല്ലാതെ മറ്റാരാ എനിക്കുള്ളത്? അത് കേട്ട് രാഹുൽ ശ്രമിക്കാമെന്ന് പറയുന്നു. വിവേകാണെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. വസുന്ധര പറയുന്നു, നീ വരുമെന്ന് പറഞ്ഞെങ്കിൽ ഇത്രയും പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ല. അപ്പം പാച്ചു പറയാ, ഇതുപോലത്തെ മുതലിനെ ഇനി അവിടെ വെച്ചിരുന്നാൽ രാജ്യസുരക്ഷയെ ബാധിക്കും. രാജ്യസുരക്ഷയെ ബാധിക്കുമെന്നോ? അതമ്മ, എന്നെ പല കമ്പനികളും ജോലി ഓഫർ ചെയ്ത് വിളിക്കുന്നല്ലോ, അങ്ങനെ പ്രശ്നമാകുമെന്നായി ഉദ്ദേശിച്ചേ.
ദേ മല്ലികെ, ഇവന് പാൽ ചായ, എനിക്ക് കട്ടൻ ചായ, അതെനിക്കറിയാം, പിരിയുമല്ലി. അങ്ങനെ അകത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പം വസുന്ധര പറയുന്നു, നിനക്ക് അകത്തേക്ക് പ്രവേശനമില്ല. ഇവ എൻ്റെ ഒരേ ഒരു പെങ്ങളുടെ മകനല്ലേന്ന് ധനം ചോദിക്കുമ്പം നിങ്ങൾക്ക് അങ്ങനെ സെൻറ്റിമെൻറ്റ്സ് കാണും, പക്ഷേ നമ്മുടെ തങ്കം പോലുള്ള മകനെ കൂടെ കൊണ്ടുവന്ന് പന്നലാക്കുന്നത് ഇവനാ. കൺട്രി ഫെലോ എന്ന് പറയുമ്പം പാച്ചു പറയുന്നു, എൻ്റെ അമ്മയുടെ ഷെയർ തരാൻ സമ്മതിക്കാത്തത് ആൻറ്റി അല്ലേ, ആൻറ്റി അതിങ്ങ് തന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ എങ്ങനെ കഴിയേണ്ടവനാ. ഭർത്താവിൻ്റെ അടിമയായി കഴിയുന്ന അവൾക്ക് ഒരു നയ പൈസ കൊടുക്കത്തില്ലെന്ന് തറപ്പിച്ച് പറയുന്നു വസുവും.